ഹായ്, ഇന്നത്തെ ക്ലാസ് ഗ്രിഡ്സ് ഉണ്ടാ. ഗ്രിഡ്സ് ഇതും കൂടി ഉള്ളൂ കേട്ടോ. ആദ്യത്തെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഒരു പാർട്ട്. ആദ്യത്തെ പാർട്ട് കാണാത്തൊരു ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് രണ്ടാമത്തെ പാർട്ട് കാണാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത് ഗ്രിഡ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബോക്സ് വരച്ചിട്ട് അതിനെ ചെരിച്ചിട്ട് രണ്ട് ലൈൻ വരക്കണേന് ഡബിൾ ലൈൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഡബിൾ ലൈൻ കൊടുക്കുക. അങ്ങനെ ഒരു 3 ഡബിൾ ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ചെരിച്ചിട്ട് ഡബിൾ ലൈന് 3 കൊടുക്കുക. ഡബിൾ ലൈൻ വരച്ചിട്ട് ബോക്സ് പോലെ ആയിട്ടുണ്ടല്ലോ. ഈ ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ സ്രിൽസ് വരക്കുക. മൂല ഭാഗത്തായിട്ട് സ്രിൽസ് വരച്ചിട്ട് അപ്സ് കൊടുക്കുക. അങ്ങനെ ഒരു പൂവുണ്ട കൊടുക്കുന്നത്. ഫ്രിൽസ് വരച്ച് അപ്സ് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കൊടുക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ അത്ര വൃത്തിക്കൊന്നല്ല ചെയ്തേക്കണം. അപ്പം നിങ്ങൾ വരക്കുമ്പോൾ നല്ല വൃത്തിക്ക് വരക്കാൻ നോക്കാം കേട്ടോ. ആപ്സിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഡോട്ട്സ് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ലൈൻ കൊടുക്കുക. അത് വരക്കണം ശ്രദ്ധിച്ചിട്ട് അതുപോലെ വരച്ചാൽ മതിട്ടാ. എന്നിട്ട് ഫുള്ളായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. നടുഭാഗത്ത് മാത്രം ഡോട്ട്സ് ഇട്ടിട്ടൊന്നും ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഒരു നമ്മളെ ടിയർ ഡ്രോപ്സിൻ്റെ അതേ മോഡലിൽ തന്നെ ഇരിക്കും. ടിയർ ഡ്രോപ്സ് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ ഓർമ്മയില്ല, നോക്കണത്. പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ ടിയർ ഡ്രോപ്സ്. പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടത് അത് ഞാൻ ഓർമ്മയില്ല. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമുക്കൊരു ബോക്സ് വരച്ച് ഒരു 3 ലൈൻസ് കൊടുക്കുക. ബോക്സ് വരച്ചിട്ട് അതിൽ 3 ലൈൻസ് കൊടുക്കുക. അങ്ങനെ രണ്ടായിട്ട് ഇപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ബോക്സാണല്ലോ വരച്ചേക്കണത്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് വരക്കാൻ പറ്റുള്ളൂ 3 ലൈൻസ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്നും 3 ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 3 ലൈൻസ് തട്ടണ്ട. 3 ലൈൻസിനുള്ളിൽ ഒന്നും തിക്ക് ചെയ്യണ്ട. അപ്പം ബോക്സ് ആയിട്ട് ഒരു 9 ബോക്സ് ഉണ്ട്. ആ 9 ബോക്സും തിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കേട്ടോ ഈ ഗ്രിഡ്സ് വരുന്നത്. ഞാൻ അടുത്ത ഗ്രിഡ്സ് നമുക്ക് നോക്കാം. അതിനൊരു ബോക്സ് വരക്കുക. എന്നിട്ടൊരു 5 ലൈൻസ് കൊടുക്കുക. അത് ഓപ്പോസിറ്റിൽ നിന്നും കൊടുക്കുക. ചേരിച്ചിട്ടുണ്ട് വരക്കണത് ഈ ലൈൻസ്. കൂടുതൽ ഗ്രിഡ്സിൽ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ചേരിച്ചിട്ടുള്ള ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പാർട്ടിലുണ്ടായിരുന്ന ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ നിർത്തിയില്ലേ, അതേപോലെ തന്നെയാണിത്. പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ആ ഒരു മൂലഭാഗത്തല്ല, എന്താ പറയുക, പെട്ടിൻ്റെ ഉള്ളിലായിട്ടല്ലേ ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എന്താ പറയുക ലൈൻസ് കൂട്ടിമുട്ടുന്ന ഭാഗമില്ലേ, അവിടെ നിന്നാണ് ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഗ്രിഡ്സ് നോക്കാം. അതിന് ഒരു ബോക്സ് വരച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കൂടുതൽ ചേരിച്ചിട്ടുണ്ട് ഞാൻ ഗ്രിഡ്സ്. ഞങ്ങൾക്ക് പറഞ്ഞു തരണത് ചേരിച്ചിട്ടുള്ള ലൈൻസിൻ്റെ ആണ് ഗ്രിഡ്സ് പറഞ്ഞു തരണത്. ആദ്യം തന്നെ ചേരിച്ചിട്ട് 3 ലൈൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ചേരിച്ചിട്ട് തന്നെ ഓപ്പോസിറ്റിൽ നിന്നും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 3 പാർട്ടാക്കിയിട്ട് 3 ലൈൻസ് വെച്ചിട്ട് ഈ ബോക്സിലുള്ള കേട്ടോ. അപ്പോൾ ഇത് ഓപ്പോസിറ്റിൽ നിന്നും അങ്ങനെ 3 ലൈൻസ് കൊടുക്കുക. ഈ ലൈൻസൊക്കെ 3 ലൈൻസ് കൂട്ടിമുട്ടുന്ന ഭാഗങ്ങളില്ലേ, ആ 3 ലൈൻസ് കൂട്ടിമുട്ടുന്ന ഭാഗത്തിൽ ആ 3 ലൈൻസിൻ്റെ കൂട്ടിമുട്ടുന്ന ആ 4 മൂലഭാഗത്തായിട്ടും ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഗ്രിഡ്സ് വരുന്നത്.
അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് വരുന്നത് ലീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.